അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദനയുണ്ട്, സങ്കടമുണ്ട്. ലിബറലിസം അതിൻ്റെ എല്ലാ നിലയിലും പത്തി വിടർത്തി നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. സേത്തി സമാനുന്നല ഉമ്മത്തി, എൻ്റെ സമുദായത്തിനൊരു കാലഘട്ടം വരുന്നുണ്ട്. ഹൃദയത്തിൽ അല്പം പോലും ഈമാൻ ഉണ്ടാവില്ല. നാവിൻ തുമ്പിൽ മാത്രമായിരിക്കും ഈമാൻ. ഇപ്പം നാവിൻ തുമ്പിൽ നിന്നും വിട്ടിട്ടുണ്ട്. ലിബറലിസം എല്ലാ നിലയിലും നമ്മെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു. ഈമാനുള്ളവൻ്റെ കൽബ് പോലും നശിച്ചുകൊണ്ടിരിക്കുന്ന വേദന നിറഞ്ഞ അവസ്ഥയിലാണ് നമ്മളൊക്കെ ഇപ്പോൾ ഉള്ളത്. നമ്മളെ തല പോയാൽ നാനാഭാഗത്തുനിന്നും ശത്രുക്കൾ നമ്മളെ തകർക്കുന്നെങ്കിലും തല പോയാൽ മരിക്കുമെന്നല്ലേ ഉള്ളൂ. പക്ഷെ ആ മരിക്കുന്നത് ഈമാനില്ലാതെയാണ് മരിച്ചു പോകുന്നതെങ്കിലോ? മരിക്കും എല്ലാവരും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എന്ന ആയത്ത് നിലനിൽക്കും കാലത്തോളം എല്ലാവരും മരിക്കും. പക്ഷെ ഈമാനില്ലാതെ മരിച്ചു പോവുക, ചത്തുപോകുന്നൊരവസ്ഥ വരികയാണെങ്കിൽ അതിനേക്കാൾ വലിയ സങ്കടവും ദൗർഭാഗ്യവും ലോകത്ത് എന്താ ഉള്ളത്? ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വേദന നിറഞ്ഞ അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിൽ ശാപം ഇറങ്ങും, ആ നാടിന്ന് നശിക്കും, ആ നാട് തന്നെ നശിച്ചു പോകുന്ന അവസ്ഥ വരും. അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങും, ആ നാട് നാശായിപ്പോകും. സമുദായത്തിൻ്റെ മേൽ അള്ളാഹു തആല വലിയ പ്രയാസങ്ങൾ ചുമത്തിക്കൊണ്ടിരിക്കും. ഒക്തഫർ റിജാൽ ബിർ റിജാൽ വന്നിസാ ബിൻ നിസാ, ആണിനെ കെട്ടുക, പെണ്ണിനെ കെട്ടുക. ലെസ്ബിയനും ഗേയും എല്ലാം കൂടിയായി അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും അതിനെ എതിർക്കുക, സംസാരിക്കുക ചെയ്താൽ അവർ ഫണ്ടമെൻ്റലിസം, ഓർത്തഡോക്സ്, ഒന്നും തിരിയാത്തവർ, തിരിയുന്നവരോ ഇപ്പോഴത്തെ പുതിയ ലിബറലിസം പൊന്തി വന്ന് അതെന്താ പ്രശ്നം, അതിലെന്താ കുഴപ്പം എന്ന് ചോദിച്ചുകൊണ്ട് അതിനൊക്കെ ന്യായീകരിക്കുന്ന ഫണ്ടമെൻ്റലിസ്റ്റുകൾ സത്യത്തിൽ അവരാണ്. ഓർത്തഡോക്സ് സത്യത്തിൽ അവരാണ്. ആധുനിക യുഗത്തിൽ മോഡേൺ സിവിലൈസേഷൻ അത് മാത്രം മതിയെന്നും നമുക്കൊരു ഇതിലെന്താ കുഴപ്പം, അവരിഷ്ടം ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളി മാറ്റുകയും ചെയ്യുമ്പോൾ ആണിനെ പെണ്ണിനെയും പെണ്ണിനെയൊക്കെ കല്യാണം കഴിക്കുകയും അവരങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഇതും ജീവിച്ചോട്ടെ, നമുക്കൊന്നും പ്രശ്നമല്ല. ഓരോരുത്തർക്കും അവർ സ്വാതന്ത്ര്യ രാജ്യമാണ്, ആർക്കും എങ്ങനെയും ജീവിക്കാം. പക്ഷേ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറേ ആളുകൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വലിയ ആവേശത്തോടു കൂടെ അവരെ സ്വീകരിക്കാനും നഷ്ടം തോന്നുക, സങ്കടം തോന്നുകയാണ്. വലിയ സിനിമാ നേതാക്കൾ അടക്കം, വലിയ ഉന്നതന്മാരടക്കം അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുക. അവരെ കുട്ടികൾ അങ്ങനെയാണെങ്കിലോ, അവരെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടെങ്കിലോ, പുറത്തുള്ളവരൊക്കെ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നാലെ കയറി നടന്ന് അതിന് വേണ്ട സപ്പോർട്ട് ചെയ്തു കൊടുക്കുകയും ഭയങ്കര ആവേശം കൊടുക്കുകയും ചെയ്തിട്ട് സ്വന്തം ജന്മം കൊടുത്ത മാതാപിതാക്കളെ ചവിട്ടിത്തേച്ച് കർക്കിച്ച് തുപ്പുന്നതിനേക്കാൾ അധികം അപ്പുറം സ്വന്തം മാതാപിതാക്കളെ ചവിട്ടിത്തേച്ച് അവരൊക്കെ വേണ്ടെന്ന് വെച്ച് ഭൗതികമായ ചേഷ്ടകൾക്ക് വേണ്ടി, തമ്മാടിത്തരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യാൻ കുറേ ഞാഞ്ഞൂലുകൾ, കുറേ ജന്തുക്കൾ. മാൻ ഇസ് എ തിങ്കിങ് ആനിമൽ, മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു മൃഗം, നമ്പർ 1 മൃഗമായി മാറുന്നൊരു കാലഘട്ടം. ഉലായിക്കൽ അൻആം, അവർ മൃഗങ്ങളാണ്. അല്ല, ബൽഹും അവല്, മൃഗത്തിനേക്കാൾ പിഴച്ചു പോയവരാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇത് ഞാൻ പറയുന്നത് മുസ്ലിങ്ങളോടാണ് കേട്ടോ, മറ്റുള്ളവരോടല്ല. അവരിഞ്ഞാരും എൻ്റെ മേത്തേക്ക് കുതിര കയറാൻ വരണ്ട. ഈമാനുള്ള മുഅ്മിനീങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അല്ലാത്തവരോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ. അവരോട് ഞാനിതൊന്നും ബാധകമല്ല. അവർക്ക് ആത്മീയത ബാധകമല്ല, അവർക്ക് നല്ല വാക്കുകളൊന്നും ബാധകമല്ല. അവരുടെയൊക്കെ ചെവികളും കണ്ണുകളും നാവുകളൊക്കെ നല്ലതിനെ തൊട്ടും നല്ല സംസ്കാരങ്ങളെ തൊട്ടൊക്കെ നശിച്ചു പോയവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈമാനുള്ള മുഅ്മിനീങ്ങൾ മനസ്സിലാക്കാൻ പെട്ടെന്നൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അസ്സലാമു അലൈക്കും.